എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വന്ന് ചെറിയ വീഡിയോ എടുക്കാം. അങ്ങനെ ചേച്ചിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ എത്തുക. അല്ല, ഈ ചക്ക ഉണ്ടോ? ഈ ചക്ക ഒരു ദിവസം ആണെങ്കില് ചക്ക ചക്ക കുഞ്ഞക്ക കുത്തിയേക്കുന്നതാ കേട്ടോ. ചക്ക ചക്ക കണ്ടോ? ചക്ക ചക്ക ചേച്ചിയുടെ ഗാർഡൻ. എന്റെ ചേച്ചിയുടെ വീടാ. അതെന്താ ചേച്ചി ആ ചുവപ്പ്? ആ ചുവപ്പ് എന്താ? ഈ ചുവപ്പ് എന്ത് മനോഹരമായ ഗാർഡൻ ചേച്ചി ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇതാ എന്റെ ചേച്ചി. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ടൊന്ന് കയറാം. ഇന്നലെ ഞാനും വേറെ ഒരു ഫ്രണ്ട് കൂടെ വരാനായിട്ടിരുന്നതാ. എന്തൊരു ഭംഗി. ഇവിടോ എല്ലാ വർഷവും നടത്തും. ഇത് ചേച്ചിയുടെ വീടാ. ചേച്ചി അവിടെ പോയിട്ട് ചേച്ചി നല്ല ആക്റ്റീവായിട്ട് ചേച്ചി ഗാർഡൻ കണ്ടോ നല്ലതായിട്ട് എല്ലാ രീതിയിലുള്ള ഗാർഡൻ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഓർക്കിഡല്ലേ ചേച്ചി? ഇതെല്ലാം ഇപ്പൊ ചേച്ചി പുതുതായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ ഓർക്കിഡൊക്കെ മാറ്റിയിട്ട് പുതിയ തൈകൾ ഇപ്പൊ ചേച്ചി വെച്ചിരിക്കുന്നതാ. ഇതെല്ലാം ഇനിയിപ്പോ പൂക്കാൻ തുടങ്ങും. ടൈം പോകുന്ന നമുക്ക് അറിയത്തില്ല. ഇതുപോലത്തെ കുറെ ചെടികൾ ഉണ്ടെങ്കിലേ. ഉണ്ടാ കുഞ്ഞു ഗപ്പികളുണ്ടല്ലോ. ഗപ്പില്ല, ഞാൻ കൊതുക് വരുന്നു. ഓ അങ്ങനെയുണ്ടോ? ഓക്കെ, അപ്പൊ ചേച്ചിയുടെ ഗാർഡൻ നമ്മളിവിടെ കണ്ടു. ഓക്കെ, ചേച്ചി ടപ്പർ വയർ സാധനങ്ങളായിരിക്കുന്നതല്ല. ഇവിടെ ടപ്പർ വെയറിന്റെ ഇഷ്ടംപോലെ, ചേച്ചി ടപ്പർ വെയറിനകത്ത് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇഷ്ടംപോലെ എല്ലാ വെറൈറ്റി പാത്രങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. ടപ്പർ വെയറിന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടമുള്ള ഓഫറിൽ നമുക്ക് ഇവിടുന്ന് ടപ്പർ വെയറിന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാം. നല്ല നല്ല ടപ്പർ വെയറിന്റെ വെറൈറ്റി ജാറുകള്, ബോട്ടിൽസ്, കണ്ടെയ്നേഴ്സ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. നമ്പർ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിരിക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ വിളിച്ചിട്ട് വരിക. ചേച്ചിക്ക് ആ ഓഫർ ഉള്ള ടൈം ആണെങ്കിൽ ചേച്ചി ആ ഓഫർ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. കുറേ വെറൈറ്റികളുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത വെറൈറ്റി പാത്രങ്ങൾ എല്ലാം നമുക്കിവിടെ വാങ്ങാൻ കഴിയും.
ആവശ്യക്കാര് ഇവിടെ വന്ന് ഇവിടെ സാധാ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരാളിനെ വാങ്ങിക്കുന്നു. വന്നാ മതി. ആവശ്യക്കാർ വിളിച്ചിട്ട് വരണമെന്നേ ഉള്ളൂ. ചേച്ചി ചിലപ്പോ ഇത് ചേച്ചി ഇവിടെ എന്തൊക്കെയുണ്ട് ചേച്ചി? 20 ലിറ്റർ ഒന്നുമില്ല, താഴോട്ട് 20 ലിറ്റർ 10 ലിറ്റർ റൈസ് മാർക്ക് ഉണ്ട്. ട്രീസ ഇതൊന്ന് പറഞ്ഞേ. ട്രീസ ഇപ്പൊ എന്താ നോക്കുന്ന വെച്ചത് പറഞ്ഞേ. ഞാൻ ഡ്രൈ കണ്ടെയ്നേഴ്സ് ആണ് നോക്കുന്നത്. ട്രീസ 5 kg ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങളുണ്ട്. അരി വെക്കാനുള്ള റൈസ് സ്റ്റോറേജ് ഉണ്ട്. ഇത് എന്താണ് നമ്മുടെ പരിപ്പ് പയറ് കടലയല്ല, പരിപ്പ് കടല ഇങ്ങനെ ഡ്രൈ ഗ്രെയിൻസും എല്ലാം വെക്കാനുള്ള ഐറ്റംസുകളുണ്ട്. ഇപ്പൊ ട്രീസ ഡ്രൈ ആയിട്ടുള്ള അരി, പയർ, ഗോതമ്പ് ഇങ്ങനെയൊക്കെ വെക്കാനുള്ള വലിയ കണ്ടെയ്നർ 20 കിലോ തൊട്ട് നമുക്ക് താഴോട്ടുള്ള എല്ലാ പാത്രങ്ങളും ഇവിടെ നമുക്ക് വാങ്ങാൻ ചേച്ചെടുത്ത് വന്നാൽ മതി, വാങ്ങിക്കാൻ പറ്റും. ഇതിനകത്ത് റൈസ് മാർട്ട് അപ്പൊ ഇവിടെ റൈസ് മാർട്ട് എന്ന് പറഞ്ഞ പാത്രം വരെ നമുക്കിവിടെ കിട്ടും. നമുക്ക് അരി ഫുൾ സ്റ്റോറേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പാത്രമാണിത്. അല്ലെ, ഇപ്പൊ ഇവിടെ ട്രീസ വന്ന് കുറെ പാത്രങ്ങൾ എടുക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ ഇവിടെ വന്ന് എടുക്കാം. ചേച്ചി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിരിക്കാം. ആവശ്യക്കാര് ഇവിടെ വിളിച്ചിട്ട് വരിക, വന്നിട്ട് ആവശ്യമുള്ള പാത്രങ്ങൾ എടുക്കുക. ചേച്ചിക്ക് നമുക്ക് ഓയിൽസ് ഒക്കെ ഒഴിച്ച് വെക്കാനുള്ള പാത്രങ്ങളുണ്ട്. അതെന്ത് അത് എനിക്കുണ്ട്. നല്ലൊരു പാത്രം. അത് നല്ല ഒരു എന്തുവാ പറയുന്നത്, ചോപ്പർ നല്ലത്. അത് എനിക്ക് റോസ്മോ വന്നായിരുന്നു, പക്ഷെ ചേച്ചിന്ന് വാങ്ങിച്ചു തന്നു. എന്തായാലും കൊള്ളാതെ. പിന്നെ ആണ് നല്ല പാത്രമാണ്, നല്ല ഉപയോഗമുള്ളൊരു ചോപ്പറായത്. ഇത് എനിക്കുണ്ട്. ഞാൻ ചേച്ചിന്ന് വാങ്ങിച്ച പാത്രം ഇരിപ്പുണ്ട്. ഇത് ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ടുള്ള ഇവിടെ ഞെക്കിയാൽ മതി ഓരോരോ ഐസ്. അതായത് ഐസ് ട്രേ ആയത്. ഐസ് അതാണ് സ്പൈസ്. അല്ല, അതെന്റെ ഇല്ല. ഇതെങ്ങനെയാണ് അത് കേക്കിനകത്ത് മിക്സ് ചെയ്യുന്നത്. നമ്മള് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനും എല്ലാത്തിനും ബീറ്റ് ചെയ്യാനുള്ളത്. അതാണ് ചോപ്പർ. എനിക്ക് അതാ ഉള്ളത്. ചോപ്പർ മറ്റേ ബീറ്റർ. പാത്രങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ കഴിയും. അപ്പൊ ആവശ്യക്കാര് ഫോൺ നമ്പർ വിളിച്ചിട്ട് വരിക. ഇവിടെ ഉണ്ട് കുറച്ച് ആമ്പലും. ടെറസിലുള്ള ഗാർഡൻ നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നല്ല വെജിറ്റബിളിന്റെ എല്ലാ വെണ്ടയ്ക്ക, പാവയ്ക്ക, പച്ചമുളക്, തക്കാളി. ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കണം. ഇത് കണ്ടാൽ മതി. ദാണ്ടെ ഉള്ള സ്ഥലത്ത് ഒരു വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം വഴുതനങ്ങ, എല്ലാ ഐറ്റംസും. അപ്പൊ തക്കാളി, ചുണ്ടയ്ക്ക, പയറ്, പാവയ്ക്ക. ഇതെന്ത് പേര്? അമ്പഴങ്ങ. വേണ്ട, അമ്പഴങ്ങ. ഇതിന്റെ പേര് അമ്പഴങ്ങ. അമ്പഴങ്ങ സൂപ്പറാണ്. കഴിച്ചോ, നല്ലതാണ്. വെറുതെ കഴിക്കാം. എന്റെ മണം നോക്കിയേ, കണ്ട. മാവ് നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട.
അതെ, സ്വന്തമായി നമുക്ക് വിഷം ഒന്നും ഇല്ലാതെ സ്വന്തം ഇങ്ങനെ വളർത്തിയാല് നമുക്ക് വിഷാംശം ഇല്ലാതെ നമുക്ക് ആഹാരം ഇവിടുന്ന് തന്നെ പച്ചക്കറികൾ കഴിക്കാം. ഡ്രാഗൺ ഫ്രൂട്ടാ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വാങ്ങിക്കുന്നത് എന്ത് വില കൊടുത്ത് വാങ്ങിക്കുന്നത്, പക്ഷെ നല്ല ചേച്ചി നല്ല നല്ല ഭംഗിയായിട്ട് ഇവിടെ നട്ട് കിളിർത്തേക്കുന്നു. ഇതാ ഡ്രാഗൺ ഫ്രൂട്ട്. പണ്ട് നമ്മുടെ അല്ലിമുൾച്ചെടി എന്ന് പറഞ്ഞുകൊണ്ട് വെക്കൂലേ, അതാണോ? ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയാണ് ഇത് കിളിക്കുമോ ഇനി? ഇനിയിപ്പോ അടുത്ത വർഷം ഓ, ഇത് അടുത്ത വർഷം ഇത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കിട്ടാം. അപ്പം വന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. നമുക്ക് വരാം. അപ്പുണ്ട് ഇതാ പല കളറിലെ ഇതാ എന്താണത്? അല്ല, നമ്മൾ കാണാത്ത വെറൈറ്റി ഫ്ലവറുകൾ, ചെടികള്, ഓർക്കിഡുകളെ കളർ മാറും. ഇത് കളർ ചേഞ്ച് വരുന്ന ഫ്ലവറാണ് നമ്മളിപ്പോ കാണുന്നത്. ഇതാ ഭയങ്കര ഒരബദ്ധം പറ്റി, കാച്ചിന്റെ പകർന്ന് എന്തോ അങ്ങോട്ട് പോയി ആ പാലപ്പെട്ട നല്ല മുളവിന്റെ ഒക്കെ കറിവേപ്പില, മുളക്, കാച്ചില് എന്ന് വേണ്ട ഈ സ്ഥലം ഫുള്ള് ചെടികളിൽ നിറഞ്ഞിരിക്കുക. നല്ല തണുത്ത കാറ്റും കാലാവസ്ഥയും ഒക്കെ ഈ ഉള്ള സ്ഥലത്ത് നിറച്ച് കൃഷികളും ഒക്കെ നട്ട് സമയം പോകാനും നമ്മുടെ മനസ്സിനും നല്ല ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടാൻ നമ്മൾ ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. ഇതിനെ കൂടെ നിന്നാൽ മതി, നമുക്ക് നല്ല സന്തോഷമായിരിക്കും. വൈകുന്നേര സമയത്ത് ഇതുപോലെ നമുക്ക് വന്ന് ഈ ചെടികളുടെ വെള്ളമൊഴിക്കുകയും ചീരകളൊക്കെ ഇവിടെ നട്ടിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഇനി മാറ്റി മാറ്റി നടും. എല്ലാ ചെടികളായാലും നമുക്ക് ഒരു വീട്ടിന് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിളും ഈ ഒരു കൊച്ചു കൃഷിയിൽ നമുക്ക് കിട്ടും. കറിവേപ്പില, നാരകം ഇന്ന് വേണ്ട എല്ലാ ചെടികളും. ചേച്ചി എപ്പോഴാണ് വെള്ളം ഒഴിക്കുന്നത്? വെള്ളമൊക്കെ ഒഴിക്കുന്നത് എപ്പോഴാ? ഇതിനകത്ത് ഓസ് വെച്ച് തന്നെ ഇടുക. ഓ, ഇതാ ഈ കിടക്കുന്നേ. ഇതിൽ കൂടി വെള്ളം എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് ചെയ്യുന്നുണ്ട്. 2 നേരം ട്രിപ്പ്. ഓ, അതുള്ളതല്ല, ട്രിപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അടുത്ത് വൈകി നമ്മൾ ഒരിക്കലും ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നല്ല നല്ല ഭംഗിയായിട്ട്. ക്യാപ്സിക്കോ? അതെ, നമ്മൾ കാണാത്ത ചെടികളല്ലേ, മുളക് തൈകൾ. ഇത് ഈ ചെടികളുടെ കൂടെ തന്നെ നമുക്ക് മനസ്സമാധാനം അല്ലേ? അതാണ് കൂട്ടുണ്ട്. അങ്ങനെ ചേച്ചി എടുത്ത് വന്ന് ഒരു ചെറിയ വീഡിയോ എടുത്ത് ഒരു വീട്ടിന് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചേച്ചി ഈ ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെത്താനെ ചെറിയ കുഞ്ഞ് ടൊമാറ്റോയാ ഈ കിടക്കുന്നത്. ഇതാ ഇത് നമ്മൾ വാങ്ങിക്കുന്ന പാലക്ക്. എല്ലാരും പാലക്ക് വാങ്ങിക്കഴിക്കുക, പക്ഷെ ചേച്ചി താണ്ട് നല്ലതായിട്ട് നട്ട് കൃഷി ചെയ്ത് ഇതിൽ നിന്ന് എടുക്കും. അപ്പൊ നമുക്ക് പേടിക്കാതെ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ല, ആയിട്ടില്ല. അങ്ങനെ പറിച്ചെടുക്കണം. പറിച്ചെടുത്ത് വെള്ളത്തിലിട്ടാ വേരും കഴിയാ, വേരും നല്ലതാണ്. എന്നിട്ട് നമുക്ക് അടക്കിയിട്ടൊക്കെ
ഇത്രയും ചെറുപ്പത്തില് അങ്ങനെ വളരെ മനോഹരമായ ഗാർഡനും കണ്ടു. ചെറിയ ചക്കകള് താഴെ വളർന്നു നിൽക്കുന്നത് കണ്ടു. അതിനകത്ത് തന്നെ കിടന്നു ആ ശരിയാ. ട്രീസ് എങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും ഇതിനൊക്കെ ചെറുത് വെച്ചൊക്കെ ഒരു വാസനയുണ്ട് അല്ലേ. ബാൽക്കണി ചെറുതല്ലേ. ട്രീസ് ചെടി ഉണ്ട്, എന്താ കൃഷി ഉണ്ട്, ട്രീസൊക്കെ എന്താ പറയാൻ പറ്റുന്നേ? ആ അല്ലേ, അപ്രീഷിയേറ്റിംഗ് മൈ ആന്റി. കൊണ്ടമുളകല്ലേ? ആ മുളക് എടുത്തായിരുന്ന സാമ്പാർ മുളക് കണ്ടോ? കൃഷി അറിയാവുന്നവർക്ക് ഉണ്ടാക്കാം. മുളകുകൾ പല പല വെറൈറ്റികൾ ആയിട്ടുള്ള മുളകുകൾ ഇവിടെ നമുക്ക് കാണാം. ക്യാപ്സിക്കം, സാമ്പാർ മുളക്, വെള്ളച്ചീര, ഇത് പാലക്ക് മറ്റേ അത് ചീരച്ചേമ്പ. അത് പുറകോട് തിരിഞ്ഞ് അത് ചീരച്ചേമ്പെന്ന് പറയാം. അത് ചേമ്പ് വരത്തില്ല, ചേമ്പ് വരത്തില്ല. എന്നെ തോരൻ വരും. നല്ല കുഞ്ഞു വാഴ, കുഞ്ഞു വാഴ തൈ ഉണ്ടാ, വാഴത്തൈ കണ്ടാ? മഞ്ചേരിക്കുള്ളൊന്നും വേണ്ട. ഇതാ ഇത് വരുന്ന ഏത്തവാഴയാ. ഓ അതോ? ആ എടുത്തെടുത്തു, പയറൊക്കെ എടുത്ത്. പയറും എന്ന് വേണ്ട എല്ലാ. അതെ, ന്യൂ ഇയറിൽ ചേച്ചിയെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കേ, അപ്പോ ഞാന് ഈ വീഡിയോ നിർത്തിയിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ചേച്ചിയിട്ട് വരും. വീണ്ടും വാക്കല്ലേ നിറച്ച് കൃഷിയായിട്ട്. ഇല്ല, മോള് വേണ്ട. മക്കളെ അതിന്റെ വീഡിയോ എടുക്കാൻ വന്നതാ. വഴക്കില്ല. ഓ, മോനെടുക്കുവോ? മോളെ എടുക്കുവോ? വഴക്കില്ലേ? ആ ഇപ്പൊ ചേട്ടായി കുഞ്ഞെടുത്ത് നടന്നല്ലോ. ഫോട്ടോ എടുക്കുന്നുണ്ടോ? അയ്യോ വേണ്ട വേണ്ട. നല്ല ഗാർഡൻ ഉള്ള അവാർഡും ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.